ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കുന്ന സമയത്താണല്ലോ അൽഫോൺസ ചാരിറ്റബിൾ സൊസൈറ്റിയായി ബന്ധപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് ഫോൺ വരുവാണ്, അവരുടെ ഈ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം അവർ ഏറ്റെടുത്തോളാം, ഒക്കെ ശരിയായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് നേരെ ചർച്ചിലേക്ക് പോകുന്നത് കേട്ടോ. അച്ഛനോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അച്ഛൻ അവസാനമായിട്ടൊന്ന് ഉമ്മ തന്നിട്ട് പോകും മോളെ എന്നൊക്കെ പറയുകയാണ്. ഭൂമി വന്നിട്ട് തരാച്ച ഇനിയും സമയമുണ്ടല്ലോ എന്നും പറഞ്ഞാണ് നേരെ പോകുന്ന കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഫാദർ സംസാരിക്കുകയാണ്, സിസ്റ്ററുണ്ട്. അപ്പോൾ ഫാദർ പറയാണ്, ഇവിടെ നിങ്ങൾ ഈ നിവേദനം അപേക്ഷിച്ചപ്പോൾ തന്നെ ഞങ്ങൾ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. മിടിക്കായിരുന്നല്ലേ പഠിക്കാനൊക്കെ, IAS ആവാൻ മോഹിച്ചിരുന്ന കുട്ടിയല്ലേ. അച്ഛൻ്റെ വയ്യായ്ക കാരണം എല്ലാം നിർത്തി, പഠിപ്പും ഒക്കെ നിർത്തിയിട്ട് കോഫി ഷോപ്പ് തുടങ്ങി. സാരമില്ല, ഇനിയിപ്പോൾ വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങളെന്തായാലും എല്ലാവരും കൂടെ തീരുമാനിച്ച് ഭൂമിയുടെ അച്ഛന് വേണ്ടിയിട്ടുള്ള ചികിത്സയുടെ ചിലവുകളെല്ലാം ഏറ്റെടുത്തോളാൻ തീരുമാനിച്ചിട്ടുണ്ട്. എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് തരുന്ന ആ ഒരു ഫോമും കാര്യങ്ങളും കൊണ്ട് ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ചികിത്സ തുടരട്ടെ. എത്ര രൂപയാണ് ആവുന്നത് അത്രയും പണവും ഞങ്ങൾ ഇവിടുന്ന് തന്നെ തന്നോളാം. കൊച്ചൊന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാവണം കേട്ടോ. പിന്നെ പോരാഞ്ഞിട്ട് ഈ നിൽക്കുന്ന സിസ്റ്ററും ഭൂമിയെക്കുറിച്ച് ഒത്തിരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ താല്പര്യം എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ. അവിടെ പോയി ചില കാര്യങ്ങളൊക്കെ ഫോമും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒപ്പിട്ട് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ ഭൂമിക്ക് ഭയങ്കര സന്തോഷമോ സങ്കടമോ ഒക്കെ ആവാണ്. സിസ്റ്റർ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഭൂമി പറയാം, ഞാൻ എങ്ങനെയാവും നന്ദി പറയാമെന്ന് എനിക്കറിയില്ല, മനസ്സ് വിങ്ങി പൊട്ടുവാണ്. എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ഞാൻ ഓടാതെ നടക്കാത്ത സ്ഥലമില്ല എന്നും പറയണ്ട. എന്തായാലും ഇത് ചെയ്തു തന്ന സിസ്റ്റർ എന്നെ ഒരുപാട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ആ കാലിൽ തൊട്ട് തൊഴുവാട്ടോ. എന്നിട്ട് സിസ്റ്റർ നല്ല അനുഗ്രഹം കൊടുത്തവൾ പറഞ്ഞു വിടുവാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമി നേരെ പോകുന്നത് ഡോക്ടറുടെ അടുത്തേക്കാട്ടോ. അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നിട്ട് ഡോക്ടറും പറയണം, അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അതെ, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ. ആ ഒരു സംഭവം ഇന്ന് നടന്നിട്ടുണ്ട്, ഒരു അത്ഭുതം. എന്താ ഭൂമി, എനിക്ക് അച്ഛൻ്റെ തുടർ ചികിത്സക്കുള്ള എല്ലാ കാശും എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അൽഫോൺസ ചാരിറ്റബിൾ സൊസൈറ്റി വഴി. ആണോ? ഓ നന്നായി, കാരണം ഈ ഡോക്ടർ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ. അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ പറയാം, എന്തായാലും അതൊരു ഭാഗ്യമായി, നമുക്ക് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും തുടങ്ങാം, ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ഭൂമി എന്ന് പറയാം കേട്ടോ. അവിടെ നിന്ന് എഴുതി കൊടുത്ത കാര്യങ്ങളെല്ലാം ഡോക്ടറെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ഭൂമി. അതോടുകൂടി ഡോക്ടറും എത്രയും വേഗം അച്ഛനെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഭൂമി പറയണം, ഇന്ന് എൻ്റെ അച്ഛൻ്റെ ദിവസമാണ്, ഫാദേഴ്സ് ഡേ പോലെ ഞങ്ങളിന്ന് വീട്ടിൽ ആഘോഷിക്കുന്നുണ്ട്. അച്ഛൻ്റെ ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛൻ അത്രയും സന്തോഷത്തോടു കൂടി തിരിച്ച് ആരോഗ്യത്തോടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, അത് നടക്കും എന്നും പറഞ്ഞിട്ടാണ് ഭൂമിയും അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ഇതേ സമയം വീട്ടിൽ ഫംഗ്ഷനുള്ള കാര്യങ്ങളും ആഹാരങ്ങളും പായസങ്ങളും ഒക്കെ വിളമ്പാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട് അംബികയോട്, എടി ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ മോളെ നമ്മളെ വിട്ട് പോകില്ലേ മോള്. അപ്പോൾ അംബിക പറയാം, ഇല്ല അച്ചുവേട്ടാ, എനിക്ക് ഉറപ്പില്ല. അതെന്താ അങ്ങനെ? അത് വേറൊന്നും കൊണ്ടല്ല, അവൾ പോവില്ല, അവൾ അങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കണത്, നമ്മൾ അവളെ സ്നേഹിച്ചിട്ടുള്ളത് അവളുടെ അച്ഛനും അമ്മയും നമ്മൾ തന്നെയെന്ന് അവൾ പറയുള്ളൂ. പോവാതിരിക്കുക അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷേ ഇനി ഇത് മറച്ചു വയ്ക്കാൻ വയ്യ. അപ്പോൾ എന്താ? അല്ലെന്നേ, നമുക്ക് ഭൂമിയെ വിട്ടു പോകുന്നതിന് സങ്കടമുണ്ട്, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക. ഒരു കാര്യം ചെയ്യും, നമ്മൾ നാടകം കളിക്കാമെന്ന് പറഞ്ഞല്ലോ എല്ലാവരുടെ മുന്നിൽ, അത് ചിലപ്പോൾ ഈ ടെൻഷനിലേ ചിലപ്പോൾ അതൊക്കെ മറന്നു പോയാലോ. പിന്നെ എന്ത് മറക്കാം, അച്ചുവേട്ടനാണെങ്കിൽ ഡയലോഗ്സ് ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് അങ്ങനെയല്ല, ഒത്തിരി ഉണ്ട്. പിന്നെ അഭിനയിച്ചിട്ട് വർഷങ്ങളായില്ലേ, ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മറന്നു പോകും കേട്ടോ അച്ചുവേട്ടാ. എടി അതൊന്നും കുഴപ്പമില്ല, നമുക്ക് തട്ടിമുട്ടി അതൊക്കെ ഒന്ന് ശരിയാക്കാന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഭൂമി ഇതുവരെ വന്നില്ലല്ലോ, ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നല്ലേ ഉള്ളൂ, ഇനി നമുക്ക് സമയം കിടക്കുകയല്ലേ, നമുക്ക് അകത്ത് പോയി ഒരിക്കൽ കൂടെ ഒന്ന് റിഹേഴ്സൽ ചെയ്യാം, വേറെ ഒരു 5 മിനിറ്റ് മതിയല്ലോ. പിന്നൊരു കാര്യമുണ്ട്, ഡയലോഗ്സൊക്കെ ചിലപ്പോൾ മറന്നാൽ ഞാൻ പേപ്പറിൽ നോക്കും. എടി അതൊന്നും കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഇവരകത്തേക്ക് കയറോട്ടോ. ഇതിനിടയ്ക്ക് ഈ കമാൽ ഗുണ്ട അയാൾ നേരെ നമ്മുടെ ഭവാനിയുടെ കൊട്ടേഷനും കൊണ്ടിട്ട് ആ മുറിക്കകത്ത് കടന്നു പറ്റി, ആരും കാണാതെ. എന്നിട്ട് ഇവരുടെ ബെഡ്റൂമിനകത്ത് കയറി ഒളിച്ച് കിടപ്പുണ്ട് കേട്ടോ. പാവം വിരതറിയണേ ഇല്ല. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അച്യുതൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്പിയോട് പറയാം, എടി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് റിഹേഴ്സൽ എടുക്കുന്നത് പുറത്തു നിന്ന് ആരും കാണുന്നു വേണ്ട, നീ ഒരു കാര്യം ഫ്രണ്ടിലെ ഡോർ അങ്ങ് അടച്ചിട്ട് വരാം. അങ്ങനെ അംബിക ഫ്രണ്ടിലെ ഡോർ അടയ്ക്കാൻ പോവാട്ടോ. അപ്പോൾ ആ സമയത്തെ ഇവിടെ അച്യുതൻ മാത്രമല്ലേ ഉള്ളൂ മുറിയിൽ. അപ്പോൾ അച്യുതൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അംബിക അഭിനയിക്കുന്നത് റിഹേഴ്സൽ എടുക്കുന്നത് എനിക്കും കൂടെ ഒന്ന് കാണാം.
ഫോൺ എടുത്തിട്ട് വീഡിയോ ഓൺ ചെയ്ത് വെക്കാം. അതാവുമ്പോൾ എന്തായാലും എൻ്റെ അംബിക അഭിനയിക്കുന്നത് മോക്കും കൂടെ ഈ റിഹേഴ്സൽ കാണിച്ചു കൊടുക്കുക. അതുമാത്രമല്ല ഇനി കുറേ കാലം ഇതൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടതല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുകയും ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ട് ഫോണ് റെക്കോർഡിങ്ങും അതിൻ്റെ വീഡിയോ ഒക്കെ ഓണാക്കി ജനലിൻ്റെ അവിടെ ചാരി വെക്കുക കേട്ടോ. എന്നിട്ട് അംബികയോട് പറയേണ്ട രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുക. ഈ സമയത്ത് 1-2 തവണ അയാൾ അടിയിൽ കിടക്കുന്ന ആ ഗുണ്ട പല തവണയായിട്ട് അച്യുതനെ കൊല്ലാനായിട്ട് കത്തിയായിട്ട് പുറത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അംബിക വന്ന് പോകുന്നുണ്ട്. അങ്ങനെ അംബിക വീണ്ടും വരുവാണ് കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ റിഹേഴ്സൽ തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് സൗഭാഗ്യപുരത്തുള്ളവരും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ വർമ്മയ്ക്ക് അത്ര രസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നമ്മുടെ മാധവന് അയാൾ സംഗീതയോട് പറയുന്നുണ്ട്, എന്തിനാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ ഭവാനിക്ക് ആ ഭൂമിയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അജയും ആ കൊച്ചുവാട്ടത്തിൽ അടുക്കുന്നതും നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ മാധവേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് സംഗീത. അതല്ലടി, അജയും അഞ്ജനയായിട്ട് ഇപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിക്കാൻ പോകുമല്ലേ, ആ സമയത്ത് ഇവർ തമ്മിലിങ്ങനെ അടുത്താൽ അത് പിന്നെ ഭവാനിക്കും അഞ്ജനയ്ക്കൊക്കെ ഇഷ്ടപ്പെടും. ഒന്നാതെ അവർക്ക് അത്ര നീരസമാണ്. അതൊന്നും നമ്മളറിയണ്ട. എനിക്കും ആ കൊച്ചിനെ വലിയ ഇഷ്ടമാണ്, എനിക്കും പോകണം. അല്ലെങ്കിൽ തന്നെ അമ്മ പറഞ്ഞതല്ലേ പോകാനായിട്ട്, പിന്നെ എന്തിനാ മടിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ സൗഭാഗ്യം ഭവാനിയൊക്കെ അങ്ങോട്ട് വരുക കേട്ടോ. അപ്പോൾ തന്നെ മാധവനോട് ചോദിക്കുന്നുണ്ട്, ആഹാ മാധവൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടല്ലോ പോവാനായിട്ട്. അതെ, അമ്മ പറഞ്ഞാൽ പിന്നെ കേൾക്കണ്ടേ, ഭയങ്കര അനുസരണയാണല്ലോ എന്ന് പറഞ്ഞ് മാധവൻ ഒരു കുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭവാനിയോടും പോകാൻ പറയുന്നുണ്ടോ? ഭവാനി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ വരുന്നില്ല. അതെന്താ, ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ നേരത്തെ. എപ്പോൾ പറഞ്ഞു? നീ എന്താ എന്നെ മെമ്മറി ടെസ്റ്റ് നടത്തുവാണോ വീണ്ടും? നീ എന്നോട് പറഞ്ഞിട്ടില്ല. അമ്മയോട് പറഞ്ഞില്ല, പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചു, അല്ലാണ്ട് നീ എന്നോട് പറഞ്ഞില്ല, അതാണ് സത്യം. നിനക്ക് വേണമെങ്കിൽ വാ സംഗീതേ, കാറിലേക്ക് കയറ്, നമുക്ക് പോവാം. അങ്ങനെ ഇവരെല്ലാവരും നേരെ അവിടെ ചെല്ലാണ് കേട്ടോ. ഇതേ സമയത്ത് അതിനകത്ത് ഇവർ നാടകം കളിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അച്യുതൻ കള്ളും കുടിച്ചിട്ട് വന്ന് ഡോർ തട്ടുന്നതാണല്ലോ സീന്. അപ്പം അകത്ത് ഫ്രണ്ടിലെ മെയിൻ ഡോർ അടച്ചു, എന്നിട്ട് ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ അടച്ചിട്ട് ഈ ഒരു ഒച്ചത്തിൽ അങ്ങോട്ട് പറയുന്നത്, എടി അമ്പികയെ കഥക് തുറക്കടി എന്ന് കള്ളുടിയന്മാരെ പോലെ പറയാട്ടോ. അപ്പോഴാണ് വെളിയിൽ വന്നിരിക്കല്ലേ ഓരോരുത്തരും, സൗഭാഗ്യപുരത്തുള്ളവരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയാണ് പോയി സ്വീകരിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതെ ഭൂമി എന്ത് ചെയ്യുന്നു? ഭൂമി പുറത്തോട്ട് പോയതാ, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു പറയാട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അവരെല്ലാം. അത് കഴിഞ്ഞ് സത്യം വരുന്നുണ്ട്, എല്ലാവരും സ്വീകരിച്ച് അവിടെ ഇരുത്താണ്. അന്നേരം അകത്ത് ഇവിടെ ബഹളം കേൾക്കുകയാണ്, ഇവർ തമ്മിലുള്ള സംഭാഷണം. അയൽവക്കത്ത് 2 കുഴുത്തിരുമകളുണ്ടല്ലോ, അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയാണ്, അല്ലെങ്കിൽ അയാൾ ഭയങ്കര കള്ളുകൂടിയനാ, കുടിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ. അച്ചൂട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, കുടിക്കുന്ന ഒരാളെ അല്ല എന്ന് പുറത്തുനിന്ന് ലക്ഷ്മിയും മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പണിക്ക് വന്ന ആൾക്കാരും ഒക്കെ പറയുന്നുണ്ട്, അച്ചൂട്ടൻ കുടിക്കുന്ന ഒരാളെ അല്ല, ഇത് വേറെന്തോ പ്രശ്നമാണെന്ന്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ശബ്ദം, അവർ തമ്മിൽ വഴക്കാവൂലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കാണ്. എന്നിട്ടും കത്തി എടുത്തുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ അംബിക. കാരണം ഞാൻ നിങ്ങളെ കൊല്ലും എന്നൊക്കെയാണ് ആ നാടകത്തിൻ്റെ ക്ലൈമാക്സ് വരുന്നത്, ഇല്ലെങ്കിൽ ഞാനും മരിക്കും എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ കേട്ടോ, ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവണം അകത്ത് എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, ഇനി വെച്ച് താമസിച്ചാൽ പറ്റത്തില്ല. അപ്പോഴത്തേക്കിനും ഇതേ അജയും എത്തിയിട്ടുണ്ട് കേട്ടോ. അജയും കൂടെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ധൈര്യമായി, പോലീസല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ സത്യം പോയി പറഞ്ഞിട്ടുണ്ട്, എടാ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, നീ ഒന്ന് പോയി നോക്കിക്കുന്നു. അങ്ങനെ ഡോറെല്ലാം തട്ടി നോക്കുന്നുണ്ട്, തുറക്കണില്ല, അകത്തുനിന്ന് കുറ്റിയിട്ടേക്കാണെന്ന് മനസ്സിലാവാൻ കേട്ടോ. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ, അകത്ത് സൗണ്ടും ബഹളവും ഒക്കെ കേൾക്കാണ്. നാടകമാണ് കളിക്കുന്നതെന്ന് ഇവർക്കറിയില്ല. ഇതിനിടയ്ക്ക് മഴ പെയ്യാൻ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ ഇടിവെട്ടി പെയ്യുന്ന മഴയായിട്ടോ, അത്രയ്ക്കും പേമാരി. പുറത്ത് മഴയ്ക്ക് മുമ്പ് ഇവരൊക്കെ അവിടെ വന്ന് കയറിയല്ലോ എന്നുള്ള സമാധാനത്തിലാണ്, നനയണ്ടല്ലോ എന്ന്. അകത്ത് നടക്കുന്ന സൗണ്ട് പോലും പിന്നെ കേൾക്കാൻ പറ്റാണ്ടായി, അത്രയ്ക്ക് മഴയായി. അപ്പം ഈ നാടകത്തിൻ്റെ അവസാന ഭാഗമായിട്ട് കത്തിയെടുക്കുന്നുണ്ട് നമ്മുടെ അംബിക. ഇനി നിങ്ങൾ ജീവിച്ചിരിക്കണ്ട, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതാണ്, എന്നിട്ട് നിങ്ങൾ പോയി കുടിച്ചല്ലേ എന്നും പറഞ്ഞിട്ടാണ് കത്തി എടുക്കുന്നുണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട്. അത് തന്നെ അവസരമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിയിൽ കിടന്ന കമാല് പതിയെ എണീറ്റ് വരുവാട്ടോ. അപ്പം നമ്മുടെ അച്യുതനാണ് ആദ്യം കാണുന്നത്. അംബികയും ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അകത്തുനിന്നൊരാൾ, ഇത് ആരാന്നോ പറയുന്നതിന് മുന്നേ തന്നെ കത്തിയെടുത്ത് വീശു കേട്ടോ. അപ്പോൾ അംബിക തടയാണ്, അംബിക പിടിച്ചൊറ്റ തള്ളു കൊടുക്കുക. തള്ളുമ്പം നേരെ ആ ജനലിൻ്റെ സൈഡിലേക്ക് ഒന്ന് തലയിടിച്ച് അംബിക അങ്ങ് മറിഞ്ഞു വീഴുക. ഈ മറിഞ്ഞു വീഴുന്ന സമയത്ത് കൈ തട്ടി ഫോണും ജനലിൻ്റെ ഇതിൽ കൂടെ അപ്പുറത്ത് വീണ് പോയി കേട്ടോ. ഓൺ ചെയ്ത് വെച്ചേക്കായിരുന്നല്ലോ വീഡിയോ. അത് കഴിഞ്ഞ് അയ്യോ അംബികയെന്നും പറഞ്ഞ് ഓടിപ്പോയി. അച്യുതൻ പിടിക്കുന്നുണ്ട്. അച്യുതനാണെങ്കിൽ ഇയാളെ പിടിക്കാനോ വലിക്കാനുള്ള ശക്തിയൊന്നും ഇല്ലല്ലോ. പക്ഷേ അച്യുതനെ പിടിച്ച് ഇറുക്കി വെച്ചിട്ട് ഇയാൾ കത്തിയെടുത്ത് 2-3 കുത്ത് അങ്ങോട്ട് ബാക്കിൽ നിന്ന് കുത്തുവാണ്. അതോടുകൂടി
അച്യുതൻ്റെ അവസ്ഥ വല്ലാതെ ആയിപ്പോയി കേട്ടോ. അയാൾ അവിടെ മരിച്ചു വീഴുവാണ് കേട്ടോ. അംബികയാണെങ്കിൽ അപ്പുറത്ത് ബോധമില്ലാണ്ട് കിടക്കുകയാണ്. അംബിക മരിച്ചിട്ടൊന്നുമില്ല, ബോധം നഷ്ടപ്പെട്ടു പോയി. തലയാണ് മതിലിൽ വന്ന് ഇടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് കമാൽ വല്ലാത്തൊരു സന്തോഷത്തോടു കൂടി കൃത്യം നിർവഹിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പതിയെ രക്ഷപ്പെടുക കേട്ടോ പുറകുവശത്തോടുകൂടി. ഈ സമയത്ത് ഇവിടെ വന്ന് നിന്നവരെല്ലാവരും വാതിൽ തട്ടുന്നുണ്ട്, തുറക്കണേ ഇല്ല. അപ്പോൾ ജനൽ സൈഡും അവിടെ കൂടെ നിന്ന് നോക്കുമ്പോഴാണ് അകത്ത് നടക്കുന്ന ഈ രണ്ടുപേരും ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കേട്ടോ. അങ്ങനെ അജയൻ സഹിക്കാൻ വയ്യാണ്ട് ഡോർ തള്ളി തുറക്കാണ്. ഈ സമയത്ത് നമ്മുടെ ഭൂമി അങ്ങോട്ട് വരാണ് കേട്ടോ. ഈ മഴയത്ത് ഭൂമി ഇവിടെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ട്. ആ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത്. വണ്ടി ഒതുക്കി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും വല്ലാത്തൊരു സങ്കടത്തിലാട്ടോ. എന്താ സംഭവിക്കണമെന്ന് അറിയുന്നില്ലല്ലോ. എല്ലാവരും ആകാംക്ഷയോട് അകത്തോട്ട് നോക്കുന്നു. അങ്ങനെ ഡോറൊക്കെ ചവിട്ടി പൊളിച്ച് നോക്കുമ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് നമ്മുടെ അച്യുതൻ. തൊട്ടപ്പുറത്ത് ബോധമില്ലാണ്ട് കിടക്കുന്ന അംബിക. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാനായിട്ട് ഭൂമി ഓടി കയറി വരുവായിട്ട് എല്ലാവരെയും തള്ളി മാറ്റി. കണ്ണിന് മുന്നിൽ കാണുന്നത് നഷ്ടപ്പെട്ടു പോയ അച്ഛനാണ്. അച്ഛനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാശൊക്കെ ഒപ്പിച്ച് വന്ന ഭൂമി ആകെ തകർന്ന് മണ്ണടിച്ച് വീണ് പോയി കേട്ടോ. ഇതാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.